ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തെ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. പ്രിയ മക്കളെ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇന്നെല്ലാവരും എന്താണ്? മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നാം ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്, ദൈവത്തോട് പറ്റിച്ചേരുവാനാണ്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ, അതായത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിപ്പാനാ. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ചേർന്നിരിക്കുന്നവരെയാണ് ദൈവം ഓരോ കാര്യം ഏൽപ്പിക്കുന്നത്. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത പുലർത്തിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദിനം തോറും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള തനതായ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവിക വിടുതൽ നടക്കും. ഹല്ലേലൂയ. ഒരുവൻ യേശുവിന്റെ സന്നിധി ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ വിഷയത്തിന് വിടുതൽ ലഭിക്കണമെന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ദൈവിക വിടുതൽ ആ വ്യക്തി അനുഭവിപ്പാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. തന്നെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. ദൈവിക വിടുതൽ അവർക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കണം. ഹല്ലേലൂയ. നാം വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അപ്പച്ചനാ. ഹല്ലേലൂയ. ദൈവം നമ്മെ രക്ഷിക്കുന്നത് തൻ്റെ പുത്രന്റെ സ്വഭാവമാകാത്മ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ടാ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ സ്വഭാവത്തിൽ നിന്നും പാപത്തിന്റെ മാലിന്യങ്ങൾ നീക്കിക്കളയണം. ദൈവം ഓരോ ദിവസവും നമ്മെ കഠിന ശോധനയിൽ കൂടി കടത്തിവിടുന്നു. എങ്കിലും ഇതിനെല്ലാം മറികടക്കുവാൻ കൃപാലുവായ ദൈവം നമുക്ക് ശക്തി നൽകുന്നുണ്ട്. ഹല്ലേലൂയ. കഷ്ടത കൂടാതെ ഏതൊരു വിശ്വാസിയും സൽഗുണപൂർണനാകുകയില്ല. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, കഷ്ടതയിൽ കൂടിയും ജയാളിയായ ക്രിസ്തുവിനെ, അതായത് ലോകത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ സുവിശേഷ ഘോഷണങ്ങളിൽ കൂടി ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഇന്നെന്താണ്? ഹല്ലേലൂയ. പലയിടങ്ങളിലും പല പ്രയാസങ്ങൾ ദൈവമക്കൾ നേരിടുന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ആ ജയാളിയായ ക്രിസ്തു ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ കർത്താവ് ഉണ്ടെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാ എവിടെയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഓരോ മക്കൾക്ക് ഇടയാകുന്നത്. ഹല്ലേലൂയ. ജയാളിയായ കർത്താവിനെയാ നമ്മൾ ഓരോ ദിനവും ഹല്ലേലൂയ ഘോഷിക്കുന്നത്. കർത്താവിന്റെ ആ സ്നേഹമാ നമ്മെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് വേണ്ടും പോലെ കർത്താവിന്റെ വചനം പറയാൻ കഴിയുന്നില്ല എങ്കിലും കിട്ടുന്ന സമയങ്ങള് എവിടെ അപ്പച്ചന്റെ നാമം പറയണോ അവിടെ ദൈവമക്കൾ ഹല്ലേലൂയ അപ്പച്ചന്റെ നാമത്തെ ഉയർത്തുവാൻ വളരെയധികം ബദ്ധപ്പാടോടെ ഈ നാളുകളിലായിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കി, നാളുകളിൽ മനുഷ്യർ ജനങ്ങളെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ജനങ്ങളെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, കർത്താവിന്റെ നാമത്തെ ഉയർത്തി ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നമ്മൾ നയിക്കണം.
ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. ഗലാത്യർക്ക് ലേഖനം 1:10 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാ നോക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർ. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ യേശുപ്പച്ചന്റെ സന്നിധി അപ്പന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. കർത്താപ്പച്ചനാ നമ്മളെ തുറിച്ചു നോക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെയുള്ള ജീവിതമല്ല, നിത്യമായ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. അപ്പനോട് ഒത്തൊരുമിച്ച് നമുക്കായിത്തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അതായത് നാം ദൈവവചനത്തിൽ ദിനംതോറും വേരൂന്നി ജീവിക്കുന്നവരായിരിക്കണം. ഗലാത്യർക്ക് ലേഖനം 5-ാം 22-23 വാക്യങ്ങളിൽ പറയുന്നത്, ആത്മീയ ഫലങ്ങൾക്ക് നാം അർഹരായിരിക്കണം. ഹല്ലേലൂയ. സ്നേഹം, സന്തോഷം, സമാധാനം, ഹല്ലേലൂയ, ദീർഘക്ഷമ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ സ്നേഹത്തോടോ സന്തോഷത്തോടോ ഹല്ലേലൂയ മറ്റുള്ളവരോടൊന്ന് പെരുമാറുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നോക്കൂ, സകല ജനത്തെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാ. ദൈവമക്കൾ ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ സ്നേഹത്തോടെ മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് ഈ ദിനത്തിൽ പരിശോധിച്ച് വെളിച്ചത്തിന്റെ മക്കളായി തീരണം. ഹല്ലേലൂയ. ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് ഹല്ലേലൂയ ഓരോ ജനങ്ങളെ കൊണ്ടുവരണം. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ജീവിതങ്ങൾ ഈ ദിനങ്ങളിൽ പ്രകാശം പരത്തുന്ന യേശുവിന്റെ ആ സ്നേഹം, ആ വെളിച്ചം ഹല്ലേലൂയ കാണുവാൻ ഇടയായി തീരട്ടെ. നമ്മളിൽ കൂടെ ഹല്ലേലൂയ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയണം. നമ്മെ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിന്റെ നാമത്തെ ഘോഷിക്കുവാനാ. യേശുപ്പച്ചൻ നമ്മെ ഓരോരുത്തരെ ഹല്ലേലൂയ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ സേവനം ചെയ്യണം. പ്രിയ മക്കളെ, അന്ധകാര അവസ്ഥയിലിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ കൊണ്ടുവരണം. അതായത് വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി അവരുടെ ഹല്ലേലൂയ ആവശ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ കൂടെ ഇരുന്ന് കർത്താവിന്റെ സ്നേഹം അവർക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം മാതൃകയുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല പ്രിയ മക്കളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഈ ദിനങ്ങളിൽ നമുക്ക് മുന്നേറാം. കർത്താവാണ് തുറിച്ചു നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ഹല്ലേലൂയ ശ്വാസത്തെയും അറിയുന്ന കർത്താവ്, നമ്മുടെ ഓരോ നടപ്പും ഇരിപ്പും എല്ലാം അറിയുന്ന കർത്താവ് ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അപ്പനെ പ്രസാദിപ്പിക്കുന്നവരാണോ അതോ നമ്മുടെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണോ? ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. കർത്താവേ, ഞാൻ എങ്ങനെയുള്ളതാണ്? ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അവരവരെ തന്നെ ഒന്ന് ചിന്തിക്കട്ടെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നത്, അതോ എൻ്റെ കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്നവരായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാണോ? ഹല്ലേലൂയ. ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമായി തീരുവാൻ, ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ സുവിശേഷ ഘോഷണത്തില് ആർത്തിയോടും പ്രയാസത്തോടും ആവശ്യങ്ങളോടും ഇരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ഹല്ലേലൂയ ഇന്നത്തെ വചനം ആശ്വാസമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. കർത്താവെ, അവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, ഒന്നോർക്കുവാൻ, ഹല്ലേലൂയ കുറവുകൾ കണ്ടുപിടിക്കുവാൻ, അപ്പന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.